Dear students, welcome to our another English class. നമ്മുടെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് സ്വാഗതം. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമിഗോ ബ്രദേഴ്സ് എന്നുള്ള സ്റ്റോറിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഫെലിക്സ് വർഗാസ് അതുപോലെ തന്നെ അന്റോണിയോ ക്രിസ്, ഈ രണ്ട് യുവാക്കളുടെ സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടുപേർക്കും 17 വയസ്സാണ് പ്രായം. രണ്ടുപേരും ഒരേ സ്ഥലത്ത് വളർന്നവരാണ്. കുട്ടിക്കാലം മുതൽക്കേ സുഹൃത്തുക്കളാണ്. വളരെയധികം അഗാധമായൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. ഈ രണ്ടു പേർക്കും ഒരേ ഒരു സ്വപ്നമാണുള്ളത്, ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ് ആകുക എന്നുള്ളതാണ്. അങ്ങനെ അതിനുവേണ്ടി അവർ പരസ്പരം അവർ പരിശീലനം നടത്തുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അവർക്ക് അറിയിപ്പ് ലഭിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഡിവിഷൻ ഫൈനലിൽ അവർ രണ്ടുപേരുമാണ് ഏറ്റുമുട്ടുന്നത്. അതിൽ വിജയിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാം എന്നുള്ളൊരു വിവരം അവർക്ക് ലഭിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർ സുഹൃത്തുക്കളാണ്, പക്ഷേ അവരുടെ ഇടയിൽ കാരണം രണ്ടുപേരും ഒരു ഫൈറ്റിൽ രണ്ടുപേരുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അതിൽ ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരെ അവർ പരസ്പരം അല്ലെങ്കിൽ ഒരുമിച്ച് പരിശീലനം ചെയ്ത ആളുകൾ പിന്നീട് അവർ തീരുമാനിക്കുകയാണ്, നമുക്ക് പിരിയാമെന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് പിരിയാം, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫൈറ്റിൽ അല്ലെങ്കിൽ ബോക്സിംഗ് ഡേയിൽ നമുക്ക് കണ്ടുമുട്ടാം, ബോക്സിംഗ് റിങ്ങിൽ നമുക്ക് കണ്ടുമുട്ടാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. കാരണം അവരറിയാതെ അവരുടെ ഇടയിൽ ഒരു മതിൽ, ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നുകയാണ് ഉണ്ടായത്. അത് സ്വാഭാവികമാണ്. പക്ഷെ അവർ മനസ്സിലാക്കുന്നു, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കാൻ പാടില്ല, നമുക്ക് രണ്ട് ഫൈറ്റേഴ്സായിട്ട് തന്നെ റിങ്ങിൽ കണ്ടുമുട്ടാം എന്നുള്ള ധാരണയിൽ അവർ പിരിയുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫൈറ്റ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 3 റൗണ്ടായിട്ടാണ് ഫൈറ്റ് ഉള്ളത്. അപ്പോൾ ഓരോ റൗണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ റൗണ്ട് തുടങ്ങുന്നത് ബോങ് ബോങ് റൗണ്ട് 1. ബെല്ലടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, റൗണ്ട് 1 തുടങ്ങും. നിങ്ങൾ ഈ ബോക്സിംഗ് കാണുന്ന ആളുകൾ അറിയാം, ബെല്ലടിക്കും എന്നിട്ട് അങ്ങനെ തുടങ്ങും. ഏതായാലും ബെല്ലടിക്കുന്നു. ഫെലിക്സ് ആൻഡ് അന്റോണിയോ ടേൺ ആൻഡ് ഫേസ്ഡ് ഈച്ച് അതർ സ്ക്വയർലി ഇൻ എ ഫൈറ്റിംഗ് പോസ്. അങ്ങനെ ബെല്ലടിച്ച ഉടനെ, ഒന്നാമത്തെ റൗണ്ട് അടിച്ച ഉടനെ അവർ രണ്ടുപേരും എന്ത് ചെയ്തു, അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഒരു ഫൈറ്റിന് തയ്യാറായി. ഫെലിക്സ് വേസ്റ്റഡ് നോ ടൈം. ഫെലിക്സ് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ കെയിം ഇൻ ഫാസ്റ്റ്, ഹെഡ് ലോ ഓഫ് അഞ്ചേർഡ് ടുവാർഡ് ഹിസ് റൈറ്റ് ഷോൾഡർ ആൻഡ് ലാഷഡ് ഔട്ട് വിത്ത് എ സ്ട്രൈറ്റ് ലെഫ്റ്റ്. ഫെലിക്സ് ഒരു നിമിഷം പോലും പാഴാക്കാതെ തൻ്റെ തല അല്പം കുനിഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ മുന്നോട്ട് അല്പം കുനിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ലെഫ്റ്റ് ഇടി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഭാഗം കൊണ്ട് എടുക്കായിരിക്കും എന്നുള്ളതാണ്. അന്റോണിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് he missed a right cross as Antonio slipped the punch and countered with 3 lefters that snapped Felix's head back, sending a mild shock coursing through him. പക്ഷെ എന്താണ് സംഭവിച്ചത്, അന്റോണിയോനെ ഫെലിക്സ് ഇടിച്ചപ്പോൾ അന്റോണിയോ മാറുകയും അന്റോണിയോ തിരിച്ച് 3 ഇടി എന്ത് ചെയ്യുന്നു, ഫെലിക്സിന് കൊടുക്കുകയും ചെയ്യുന്നു. അത് ഫെലിക്സിനെ സംബന്ധിച്ച് വല്ലാത്തൊരു ഷോക്കായി. ഈ ഫെലിക്സ് had any small doubt about their friendship affecting their fight, it was being neatly dispelled. ഫെലിക്സിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഇത് ബാധിക്കും എന്നുള്ള ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇടി ഉണ്ടാകുമായിരുന്നില്ല എന്നൊരർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ഏതായാലും മത്സരം ഒന്നാമത്തെ റൗണ്ട് തുടങ്ങിയപ്പോൾ ഫെലിക്സ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നു. അന്റോണിയോ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുന്നു. അന്റോണിയോ തിരിച്ചെന്ത് ചെയ്യുന്നു, 3 ഇടി ഇടിക്കുന്നു. അത് ഫെലിക്സിന് കൊള്ളുന്നു. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, മത്സരം തുടങ്ങുന്നത്. അങ്ങനെ Antonio's left hand was like a piston jumping jabs one right after another with seeming ease. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അന്റോണിയോയുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റൺ പോലെയാണെന്നാണ്. നിങ്ങൾ കണ്ടില്ലേ, വണ്ടിൻ്റെ ഉള്ളിലൊക്കെ എൻജിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്ന ഒരു ഇരുമ്പ് തണ്ട്. അതുപോലെ വളരെ ഫാസ്റ്റായിട്ടാണ് അന്റോണിയോയുടെ ഓരോ ഇടിയും, ജാബസ് എന്ന് പറഞ്ഞാൽ ഇടി എന്നുള്ളതാണ്, ഓരോ ഇടികളും എന്ത് ചെയ്യുന്നത് വരുന്നത് വളരെ പെട്ടെന്ന് ഇടിക്കുകയാണ് ചെയ്യുന്നത്. ഫെലിക്സ് ബോബഡ് ആൻഡ് വീവുഡ് ആൻഡ് നെവർ സ്റ്റോപ്പ്ഡ് ബോറിങ്. ഫെലിക്സ് എന്ത് ചെയ്തു, ബോബഡ് ആൻഡ് വീവുഡ് ആണ് ഒഴിഞ്ഞു മാറി. ഗുസ്തിയിൽ ഒഴിഞ്ഞു മാറി നിങ്ങൾ കണ്ടില്ലേ, ഫെലിക്സ് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ശ്രമിക്കുകയാണ് ചെയ്തത്.
ആൻ്റോണിയോയുടെ ലെഫ്റ്റ് ഹാൻഡ് ഒരു പിസ്റ്റൺ പോലെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ആ സമയത്ത് ഫെലിക്സ് എന്ത് ചെയ്ത് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഫെലിക്സ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അൻ്റോണിയോയുടെ ഓരോ ഇടിയിൽ നിന്നും. ഹി ന്യൂ ദാറ്റ് അറ്റ് ലോങ് റേഞ്ച് ഹി വാസ് അറ്റ് എ ഡിസ്അഡ്വാൻറ്റേജ്. അങ്ങനെ ഫെലിക്സിന് അറിയാം, ഫെലിക്സിന് തിരിച്ചടിക്കണമെങ്കിൽ ആൻ്റോണിയോ കുറച്ച് ദൂരെയാണ്, അത് തനിക്ക് ഗുണകരമാവില്ല എന്നുള്ള ഫെലിക്സ് മനസ്സിലാക്കുകയാണ്. ആൻ്റോണിയോ ഹാഡ് ടു മച്ച് റീച്ച് ഓൺ ഹിം. ഓൺലി ബൈ കമ്മിങ് ഇൻ ക്ലോസ് കുഡ് ഫെലിക്സ് ഹോപ്പ് ടു അച്ചീവ് ദ ഡ്രീംഡ് ഓഫ് നോക്കൗട്ട്. അങ്ങനെ ഫെലിക്സ് മനസ്സിലാക്കണം, ആൻ്റോണിയുടെ അടുത്ത് വന്നാലേ ആൻ്റോണിയെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഏതായാലും അന്റോണിയോ ന്യൂ ദ ഡൈനാമൈറ്റ് ദാറ്റ് വാസ് സ്റ്റോർഡ് ഇൻ ഹിസ് അമിഗോ ബ്രദേഴ്സ് ഫിസ്റ്റ്. ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഷ്ടി. ആൻ്റോണിയോക്ക് തിരിച്ചും അറിയാം ഫെലിക്സിന് എന്തുണ്ട്, നല്ല ഡൈനാമൈറ്റാണ് വെടിമരുന്ന്. നമ്മുടെ ഫെലിക്സിൻ്റെ മുഷ്ടിയിൽ നല്ല വെടിമരുന്ന് പോലത്തെ ശക്തി ഉണ്ട് എന്നുള്ള ആർക്കറിയാം, ആൻ്റോണിയോക്ക് അറിയാം. ആൻ്റോണിയോക്ക് എന്താണുള്ളത്, പിസ്റ്റൺ പോലത്തെ പ്രവർത്തനമുള്ള കൈകൾ, ഇടത് കൈ ആൻ്റോണിയോക്ക് ഉണ്ട് എന്നുള്ളത് ഫെലിക്സിന് അറിയാം. ആൻ്റോണിയോക്ക് തിരിച്ചും അറിയാം എന്ത്, ഫെലിക്സിന് നല്ല ശക്തി ഉണ്ട് എന്നുള്ളത്. ഹി ഡക്ക്ഡ് എ ഷോട്ട് റൈറ്റ് ആൻഡ് മിസ്ഡ് എ ലെഫ്റ്റ് ഹുക്ക്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഫെലിക്സ് ട്രാപ്ഡ് ഹിം അഗേൻസ്റ്റ് ദ റോപ്പേഴ്സ് ജസ്റ്റ് ലോങ് ഇനഫ് ടു പോർ സം പണിഷിംഗ് റൈറ്റേഴ്സ് ആൻഡ് ലെഫ്റ്റ് ടു ആൻ്റോണിയോസ് ഹാർഡ് മിസ്ഡക്ഷൻ. അങ്ങനെ ഫെലിക്സ് നമ്മുടെ ആൻ്റോണിയോ എന്ത് ചെയ്യാണ്, ആ റിങ്ങിലുള്ള റോപ്പിൻ്റെ ഇടയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻ്റോണിയോ സ്ലിപ്ഡ് അവേ ഫ്രം ഫെലിക്സ് ക്രാഷിംഗ് ടു ലെഫ്റ്റ് ടു ഹിസ് ഹെഡ് വിച്ച് സെറ്റ് ഫെലിക്സ് റൈറ്റ് ഇയർ റിങ്. അങ്ങനെ ഫെലിക്സ് ആൻ്റോണിയെ ആ ബോക്സിങ്ങിൻ്റെ റിങ്ങിലെ കയറിലിട്ടിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത്. മിഡ് സെക്ഷൻ അല്ലെങ്കിൽ മധ്യഭാഗത്തിൽ ഇടിക്കുന്നു. ആൻ്റോണിയോ സ്ലിപ്ഡ് അവേ ഫ്രം ഫെലിക്സ്. അങ്ങനെ ആൻ്റോണിയോ എങ്ങനെയൊക്കെ കുതിറി മാറി, ഈ കുരിക്കിൽ നിന്ന് കുതിറി മാറുകയും ക്രാഷിംഗ് ടു ലെഫ്റ്റ് ടു ഹിസ് ഹെഡ് വിച്ച് സെറ്റ് ഫെലിക്സ് റൈറ്റ് ഇയർ റിങ്. ആൻ്റോണിയോ ഫെലിക്സിനെ തിരിച്ച് അതിൻ്റെ തലക്ക് 2 ഇടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആൻ്റോണിയോക്ക് എന്ത് ചെയ്തു, ഇയർ റിങ് എന്നാണ്, തൻ്റെ ചെവിയിൽ നിന്നൊരു എന്താ പറയുക, ഒരു മൂളൽ വന്നു എന്നുള്ളതാണ് ഇടിയുടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, 2 പേരും നല്ല രീതിയിൽ ഇടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫെലിക്സ് വാക്കഡ് ബ്രിസ്ക്ലി ബാക്ക് ടു ഹിസ് കോർണർ. ഫെലിക്സ് എന്ത് ചെയ്തു, അങ്ങനെ ഇടിച്ചിട്ട് വളരെ ചടുലമായിട്ട് തൻ്റെ കോർണറിലോട്ട് പോയി. ആൻ്റോണിയോ ഗ്രേസ്ഫുള്ളി ഡാൻസ്ഡ് ഹിസ് വേ ടുവാർഡ് ഹിസ് സ്റ്റൂൾ. ആൻ്റോണിയോ വളരെ നല്ല രീതിയിൽ ഇമ്പമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്തു, തൻ്റെ സ്റ്റൂളിൻ്റെ അടുത്തോട്ട് പോയി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ പരാജയപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുകയാണ്. രണ്ടാമത്തെ റൗണ്ടിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ബോങ് ബോങ് റൗണ്ട് 2 ബെല്ലടിക്കുന്നു. ഫെലിക്സ് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ ആൻഡ് റഷ്ഡ് ടു ആൻ്റോണിയോ ലൈക്ക് എ ബുൾ സെൻഡിങ് എ ഹാർഡ് റൈറ്റ് ടു ഹിസ് ഹെഡ്. അങ്ങനെ ഫെലിക്സ് എന്ത് ചെയ്തു, രണ്ടാമത്തെ റൗണ്ട് അടിച്ച ഉടനെ തൻ്റെ സ്റ്റൂളിൽ നിന്ന് എണീക്കുകയും റഷ്ഡ് ടു ആൻ്റോണിയോ ലൈക്ക് എ ബുൾ, ഒരു കാളയെ പോലെ ആൻ്റോണിയോയുടെ അടുത്തേക്ക് കുതിക്കുകയാണ് ചെയ്തത്. സെൻഡിങ് എ ഹാർഡ് റൈറ്റ് ടു ഹിസ് ഹെഡ്. ആൻ്റോണിയോയുടെ തലക്ക് എന്ത് ചെയ്തു, നല്ലൊരു ഇടി കൊടുത്തു. ആൻ്റോണിയോക്ക് നല്ല വേദനിച്ചു. സെൻഡ് ബാക്ക് എ ബ്ലറിംഗ് ബാരേജ് ഓഫ് ലെഫ്റ്റേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ദാറ്റ് ഓൺലി മെൻറ്റ് പെയിൻ ടു ഫെലിക്സ്. ആൻ്റോണിയോ തിരിച്ചെന്ത് ചെയ്തു, ആ റൈറ്റും ലെഫ്റ്റും ഉപയോഗിച്ചുകൊണ്ട് ഫെലിക്സിനെ നല്ല വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ അടിച്ചു. ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വീവ്ഡ്. ഫെലിക്സ് ഒഴിഞ്ഞു മാറി. ഒക്കേഷണലി പഞ്ചിങ് ഹിസ് 2 ഗ്ലൗസ് ടുഗദർ. എന്നിട്ട് അവന് തൻ്റെ 2 ഗ്ലൗസിന് എന്ത് ചെയ്തു, ഇങ്ങനെ കൂട്ടിമുട്ടിച്ചു. ആൻ്റോണിയോ വെയിറ്റഡ് ഫോർ ദ റഷ് ദാറ്റ് വാസ് ഷുവർ ടു കം. ആൻ്റോണിയോ ഫെലിക്സ് തൻ്റെ അടുത്ത് കുതിക്കുമെന്നുള്ള ആൻ്റോണിയോക്ക് അറിയാമായിരുന്നു. ആൻ്റോണിയോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. ഫെലിക്സ് ക്ലോസ്ഡ് ഇൻ ആൻഡ് ഫീൻഡഡ് വിത്ത് ഹിസ് ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് ത്രൂ എ റൈറ്റ് ഇൻസ്റ്റീഡ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കബളിപ്പിക്കൽ നടക്കുന്നുണ്ട്. ഫീൻഡറിനെ കബളിപ്പിക്കുക. ആൻ്റോണിയോ എന്താ ചെയ്തത്, തൻ്റെ ലെഫ്റ്റ് ഇതുകൊണ്ട് ഇടിക്കും എന്നുള്ളത് കാണിച്ചിട്ട് എന്ത് ചെയ്താണ്, റൈറ്റ് കൊണ്ട് ഇടിക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാവും, കബളിപ്പിക്കലുണ്ടാവും. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, പല സൂത്രങ്ങളും എടുത്തുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയാണ് ചെയ്തത്. റൈറ്റ് ഇസ് ടു ദ ബോഡി, ലെഫ്റ്റ് ഇസ് ടു ദ ഹെഡ്. ആ ബോഡിയുടെ ഭാഗത്തും തലയുടെ ഭാഗത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നു. നെയ്തർ ഫൈറ്റർ വാസ് ഗിവിങ് ആൻ ഇഞ്ച്. 1 ഇഞ്ച് പോലും 2 ഫൈറ്റേഴ്സും വിട്ടുകൊടുക്കുന്നില്ല. സഡൻലി എ ഷോർട്ട് റൈറ്റ് കോട്ട് ആൻ്റോണിയോ സ്ക്വയർലി ഓൺ ദ ചിൻ. ആൻ്റോണിയുടെ താടിക്ക് എന്ത് ചെയ്യാണ്, ഒരു ഇടി കിട്ടുകയാണ്. ഈസ് ലോങ് ലെഗ് ടേൺഡ് ടു ജെല്ലി.
അയാളുടെ ആ നീളമുള്ള കാലുകൾ എന്ത് ചെയ്തു, ജെല്ലിയായി. ജെല്ലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുഴയുക എന്നുള്ളൊരു അർത്ഥമാണ്. അങ്ങനെ ഇടി കിട്ടുമ്പോൾ പെട്ടെന്ന് വേദനിച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, കുഴഞ്ഞു പോവും. കാലുകൾ കുഴയുന്ന പോലെ തോന്നി അന്റോണിയോക്ക്. ആൻഡ് ഈസ് ആംസ് ഫ്ലെയിൽഡ് ഔട്ട് ഡെസ്പറേറ്റ്ലി. തൻ്റെ ആ കൈകളൊക്കെ എന്ത് ചെയ്തു, ഒരു ബലമില്ലാത്ത പോലെ അയാൾക്ക് തോന്നി എന്നുള്ളതാണ്. ഓക്കെ, സോറി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫ്ലെയിൽഡ് ഔട്ട് ഡെസ്പറേറ്റ്ലി പറഞ്ഞാൽ, ഫ്ലെയിൽഡ് പറഞ്ഞാൽ ശരിക്കും ചലിക്കുക എന്നുള്ളതാണ്. ഔട്ട്. അപ്പോൾ അന്റോണിയോയുടെ കാലുകൾ കുഴഞ്ഞപ്പോൾ അന്റോണിയോയുടെ കൈകൾ എന്ത് ചെയ്തു, വളരെ വെറി പിടിച്ചുകൊണ്ട് ചലിക്കാൻ തുടങ്ങി. ഫെലിക്സ് ഗ്രണ്ടിങ് ലൈക്ക് എ ബുൾ ത്രൂ വൈൽഡ് പഞ്ചസ് ഫ്രം എവറി ഡയറക്ഷൻ. അങ്ങനെ അന്റോണിയോക്ക് ഇടി കിട്ടുന്നു. അന്റോണിയോ എന്ത് ചെയ്യുന്നു, തിരിച്ച് അങ്ങോട്ട് ഇടിക്കുന്നു. അന്റോണിയോ ഗ്രോഗി ബോബ്ഡ് ആൻഡ് വീവ്ഡ് ഇവേഡിങ് മോസ്റ്റ് ഓഫ് ദ ബ്ലോസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നു. അന്റോണിയോ ഒഴിഞ്ഞു മാറുക ചെയ്യുന്നു. സഡൻലി സെഡ് ക്ലിയർഡ് ഈസ് ലെഫ്റ്റ് ഫ്ലാഷ് ഔട്ട് ഹാർഡ് ആൻഡ് സ്ട്രൈറ്റ് ക്യാച്ചിങ് ഫെലിക്സ് ഓൺ ദ ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ്. പിന്നെ എന്ത് ചെയ്യുന്നു, അന്റോണിയോ തിരിച്ച് ഫെലിക്സിൻ്റെ നോസ്, ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ് എന്നാണ്, ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ പാലത്തിനിട്ട് എന്ത് ചെയ്യുന്നു, ഇടിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി ഇടി നടക്കുന്നു. ഇൻ എ ഫോക്ക് ഫെലിക്സ് ഹേർഡ് ദ roaring of the crowd who seemed to have gone insane. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെലിക്സിന് അടി കിട്ടിയിട്ട് മൂക്കിനെ പാലത്തിനടിച്ചപ്പോൾ ഒരു ബോധമില്ലാതെ ഏകദേശം അതിൽ നിന്നൊക്കെ മുക്തി നേടിയപ്പോൾ ആളുകളുടെ ചീറലാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇവനാകെ ഒരു ഭ്രാന്ത് പോലെ ആയിട്ടുണ്ട്. ഇൻസെയിൻ ആര്, നമ്മളെ ഫെലിക്സ്. ഈ സെഡ് ക്ലിയർഡ് ടു ഹിയർ ദ ബെൽ സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ റൗണ്ട്. അങ്ങനെ ആ ബെല്ലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. ഹീസ് ട്രെയിനർ സാറ്റ് ഹിം ഡൗൺ ഓൺ ദ സ്റ്റൂൾ. ഫെലിക്സിൻ്റെ ട്രെയിനർ ആ സ്റ്റൂളിൽ ഇരുന്നു. ഇൻ ഹിസ് കോർണർ അന്റോണി വാസ് ഡൂയിങ് വാട്ട് ഓൾ ഫൈറ്റേഴ്സ് ഡു വെൻ ദേ ഹർട്ട്. അപ്പോൾ ഒരു മൂലക്ക് അന്റോണി ഉണ്ട്. മുറിവേറ്റൊക്കെ കഴിഞ്ഞാൽ, വേദനിച്ചൊക്കെ കഴിഞ്ഞാൽ എന്താണ് സാധാരണ ഫൈറ്റേഴ്സ് ചെയ്യൽ, അത് അന്റോണി ഈ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. ഫെലിക്സ് മറ്റൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. ദ സിറ്റ് ആൻഡ് സ്മൈൽഡ് അറ്റ് എവരി വൺ. അവരിയ്ക്കുകയും അവരെന്തെന്ന് എല്ലാവരിലോട്ടും ചിരിക്കുകയും ചെയ്യുന്നു. ദ റഫറി സിഗ്നൽഡ് ദ റിംഗ് ഡോക്ടർ ടു ചെക്ക് ദ ഫൈറ്റേഴ്സ് ഔട്ട്. അങ്ങനെ റഫറി ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാണ്, സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ റഫറി സിഗ്നൽഡ് ദ റിംഗ് ഡോക്ടർ ടു ചെക്ക് ദ ഫൈറ്റേഴ്സ് ഔട്ട്. റഫറി ഡോക്ടർമാരോട് പറയാണ് ഈ രണ്ട് പേരെയും എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാണ്. ഹി ഡിഡ് സോ ആൻഡ് ദെൻ ഗേവ് ഹിസ് ഓക്കെ. റഫറി രണ്ട് പേരെയും ചെക്ക് ചെയ്യുന്നു. റഫറി പറഞ്ഞു രണ്ടുപേർക്കും കുഴപ്പങ്ങളില്ല, ഓക്കെയാണ് എന്ന് പറയുന്നു. ദ കോൾഡ് വാട്ടർ സ്പോഞ്ചേഴ്സ് ബ്രോട്ട് ക്ലാരിറ്റി ടു ബോത്ത് അമിഗോ ബ്രദേഴ്സ്. തണുത്ത വെള്ളം കൊണ്ട് രണ്ട് പേരെയും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ശരീരം ഇങ്ങനെ ഒപ്പിയെടുക്കുന്നുണ്ട്. ദ സ്പോഞ്ച് ഉപയോഗിച്ച്. ദ വോ റബ്ബഡ് അണ്ടിൽ ദർ സർക്കുലേഷൻ റാൻ ഫ്രീ. അവരുടെ ശരീരം നോർമലാവുന്നത് വരേക്കും അവരെന്ത് ചെയ്തു, തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കൈകി അല്ലെ തോത്തിയെടുത്തു. ബോങ് റൗണ്ട് 3 ദ ഫൈനൽ റൗണ്ട്. മൂന്നാമത്തെ റൗണ്ട് എന്ത് ചെയ്യാണ്, മുയങ്ങുകയാണ്, അല്ലെ മൂന്നാമത്തെ ബെല്ല് മുയങ്ങുകയാണ്. മൂന്നാമത്തെ റൗണ്ടിന് വേണ്ടിയിട്ടുള്ള ബെല്ല് മുയങ്ങുകയാണ്. up to now it had been tic-tac-toe pretty much even, but everyone knew there could be no draw and that this round would decide the winner. രണ്ട് റിങ്ങിലും ആരും വിജയിച്ചില്ല, ആരും പരാജയപ്പെട്ടില്ല. മൂന്നാമത്തെ റൗണ്ട് മുങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി മൂന്നാമത്തെ റൗണ്ടിൽ ഡ്രോ ഉണ്ടാവില്ല, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വിജയിയെ കാണാൻ സാധിക്കുമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. This time, to Felix's surprise, it was Antonio who came out fast, ചാർജിങ് അക്രോസ് ദ റിംഗ്. ഈ സമയത്ത് അന്റോണിയാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ശ്രമിച്ചത്. ഫെലിക്സ് ബ്രേസ്ഡ് ഹിംസെൽഫ് ബട്ട് കുഡിൻ വാർഡ് ഓഫ് ദ ബാരേജ് ഓഫ് പഞ്ചസ്. അങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ ഫെലിക്സ് എന്ത് ചെയ്തു, സ്വയം ശക്തി സംഭരിച്ചു. ബട്ട് കുഡ് നോട്ട് വാർഡ് ഓഫ് ദ ബാരേജ് ഓഫ് പഞ്ചസ്. പക്ഷേ അന്റോണിയോയുടെ തുടരെയുള്ള ഇടിയിൽ നിന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചില്ല, വാർഡ് ഓഫ് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാൻ സാധിച്ചില്ല. ഫെലിക്സ് ടാപ്ഡ് ഹിസ് ഗ്ലൗസ് ആൻഡ് കമൻസ്ഡ് ഹിസ് അറ്റാക്ക് അന്യൂ. ഫെലിക്സ് തിരിച്ചും എന്ത് ചെയ്തു, ആൻ്റോണിയെ അറ്റാക്ക് ചെയ്തു. ആൻ്റോണിയോ ത്രോവിങ് ബോക്സേഴ്സ് കോഷൻ ടു ദ വിൻഡേഴ്സ് ജംപ്ഡ് ഇൻ ടു മീറ്റിംഗ് ബോത്ത് പോണ്ടഡ് അവേ. ബോത്ത് പോണ്ടഡ് അവേ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടുപേരും എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഇടിച്ചു എന്നുള്ളതാണ് പറയുന്നത്, അല്ലെങ്കിൽ അടികൂടി എന്നുള്ളതാണ് പറയുന്നത്. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ ബോക്സിങ്ങിൽ അവർ സുഹൃത്തുക്കളല്ലാതെ രണ്ടും നല്ല ഫൈറ്റേഴ്സിനെ പോലെ എന്ത് ചെയ്തു, അവർ ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ്.
നെയ്തർ ഗേവ് ആൻ ഇഞ്ച് ആൻഡ് നെയ്തർ ഫെൽ ടു ദ ക്യാൻവാസ്. രണ്ട് പേരും ഒരു ഇഞ്ച് ബാക്കോട്ട് പോവുകയോ രണ്ട് പേരും വീഴുകയോ ചെയ്തില്ല. ക്യാൻവാസ് എന്ന ആ തുണി, ആ വിരിച്ച അവരുടെ റിങ്ങിലെ അടിയിലോട്ട് അവർ രണ്ടുപേരും വീണില്ല എന്നുള്ളതാണ്. ദ ഫോർട്ട് ടോയ് ടു ടോയ്, രണ്ടുപേരും നേർക്ക് നേർ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തു. The sounds of their blows were loud in contrast to the silence of a crowd gone completely mute. അവരുടെ രണ്ട് പേരുടെയും സൗണ്ട് ഇങ്ങനെ എന്ത് ചെയ്തു, അവിടെ അങ്ങനെ മുയച്ചു നിന്നു. The referee was stunned by their savagery. അവരുടെ രണ്ടുപേരുടെയും ഉഗ്രത എന്ത് ചെയ്തു, അവർ രണ്ടുപേരുടെയും ഉഗ്രത കണ്ടിട്ട് റഫറി പോലും അന്തം വിട്ടുപോയി എന്നുള്ളതാണ്. ബോങ് ബോങ് ബോങ്, ദ ബെൽ സൗണ്ടഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. വീണ്ടും അവസാനം ബെല്ലടിച്ചു, നിർത്താൻ വേണ്ടിയുള്ള ബെല്ലാണ്. ഫെലിക്സ് ആൻഡ് ആൻ്റോണി വേർ പാസ്റ്റ് ഇയറിങ്. അവരെന്ത് ചെയ്തു, അവരത് കേട്ടില്ല, അത്രമാത്രം അവർ ഇടിയിൽ മുങ്ങിപ്പോയിരുന്നു. ദർ ബ്ലോസ് കണ്ടിന്യൂഡ് ടു പൗണ്ട് ഓൺ ഈച്ച് അതർ ലൈക്ക് എയിൽ സ്റ്റോൺസ്. ആലിപ്പയം വീഴുന്നത് പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു. ഫൈനലി ദ റഫറി ആൻഡ് ദ ടു ട്രെയിനേഴ്സ് പ്രൈഡ് ഫെലിക്സ് ആൻഡ് ആൻ്റോണിയോ അപ്പാർട്ട്. അവസാനം എന്ത് സംഭവിച്ചു, അവർ പിടിച്ചു മാറ്റി എന്നുള്ളതാണ്. റഫറിയും അതുപോലെ തന്നെ ട്രെയിനേഴ്സൊക്കെ കൂടിയിട്ട് പ്രൈഡ് പറഞ്ഞാൽ പിടിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. കാരണം ഇവർ നിർത്തുന്നില്ല, നിർത്തള ബെല്ലടിച്ചിടും. കോൾഡ് വാട്ടർ വാസ് poured over them to bring them back to their senses. Cold water was poured over them to bring them back to their senses. അവരുടെ തണുത്ത വെള്ളം അവരുടെ മുകളിലോട്ട് ഒഴിച്ചു. കാരണം ഇവർ ഈ നോർമലിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ദ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ദെൻ റഷ്ഡ് ടുവാർഡ് ഈച്ച് അതർ. അവർ കുറച്ച് നേരം തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാവരും അവരെ പിടിച്ചു വെച്ചപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് വീണ്ടും അവരെന്ത് ചെയ്തു, അടി കൂടാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. എ ക്രൈ ഓഫ് അലാം സർജ്ഡ് ത്രൂ ടോംസ്കിൻ സ്ക്വയർ പാർക്ക്. ടോംസ്കിൻ സ്ക്വയർ പാർക്കിൽ വല്ലാത്തൊരു എന്ത് ചെയ്തു, എല്ലാവരും ഭീതിയിലായി. എല്ലാവരും എന്താ ചിന്തിച്ച്, വാസ് ദിസ് എ ഫൈറ്റ് ടു ദ ഡെത്ത് ഇൻസ്റ്റെഡ് ഓഫ് എ ബോക്സിംഗ് മാച്ച്. ഇതൊരു ബോക്സിംഗ് മാച്ചിന് പകരം ഇതൊരു മരണത്തിലോട്ട് കലാശിക്കുമോ എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്തു, ഭയപ്പെട്ടു. ദ ഫിയർ സൂൺ ഗേവ് എ വേ ടു വേവ് അപ്പോൺ വേവ് ഓഫ് ചീറിങ് ആസ് ദ ടു അമിഗോ എംബ്രേസ്ഡ്. പക്ഷേ ഇവർ മരണത്തിലോട്ട് പോകുമോ എന്നുള്ളത് പോലും എല്ലാവരും ഭയപ്പെട്ട സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു, അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ്. നോ മാറ്റർ വാട്ട് ദ ഡെസിഷൻ, ദ ന്യൂ ദ വുഡ് ആൾവേസ് ബി ചാമ്പ്യൻസ് ടു ഈച്ച് അതർ. അങ്ങനെ എന്താണ് തീരുമാനം, ഈ മത്സരത്തിൽ ആര് വിജയിച്ചു ആര് പരാജയപ്പെട്ടു എന്നുള്ളത് അവർക്കൊരു വിഷയമല്ല. അവരെന്ത് ചെയ്തു, അവർ രണ്ടുപേരും ഒരു മനസ്സിലാക്കി, അവർ രണ്ടുപേരും എന്താണ് നല്ല ചാമ്പ്യന്മാർ തന്നെയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി. ബോങ് ബോങ് ബോങ്, അങ്ങനെ അനൗൺസ് ചെയ്യണം ആരാണ് വിജയി എന്നുള്ളത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, the winner and the representative to the Golden Gloves Tournament of Champions is. അങ്ങനെ അവിടുത്തെ അനൗൺസ്മെൻറ്റ് മോയിങ്ങാണ്. എന്താ പറഞ്ഞത്, ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റ് ഓഫ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ആ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ആരാണ് എന്നുള്ളത് അവർ പറയാൻ വേണ്ടി പോവാണ്. വിന്നർ ഇതാണ് എന്ന് പറഞ്ഞ് ആ അനൗൺസ് ചെയ്യുന്ന ആൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ദ അനൗൺസർ ടേൺഡ് ടു പോയിന്റ് ടു ദ വിന്നർ ആൻഡ് ഫൗണ്ട് ഹിംസെൽഫ് അലോൺ. വിന്നർ ആരാന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് പറയണം ആരാണ് വിജയി എന്നുള്ളത്. ആരാണ് ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ആരാണ് എന്നുള്ളത് അനൗൺസർ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ ആരെയും കാണാനില്ല. ആമിൻ ആം, ദ ചാമ്പ്യൻസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിംഗ്. അവർ ഈ അനൗൺസർ ആരാണ് വിജയി എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ നിന്നപ്പോൾ തന്നെ അവർ രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ട്, തോളോട് തോൾ ചേർന്നുകൊണ്ട് നടന്നു പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആരാണ് വിജയം എന്നുള്ളത് പ്രഖ്യാപിക്കാൻ സാധിക്കാതെ അവരെന്ത് ചെയ്തു, അവർ രണ്ടുപേരും നടന്നു പോകുന്നതാണ് ഇവിടെ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതോടൊരു ഇവിടെ കഥ അവസാനിക്കാം. അപ്പോൾ ഇതിൽ ആരാണ് വിജയം എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. രണ്ടുപേരും ഒരുപോലെ വിജയികളാണ് എന്നുള്ളതാണ് അവസാനം നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് നല്ല സുഹൃത്തുക്കളെ ഒരു കഥയാണ് നമ്മുടെ ഫെലിക്സ് വർഗാസിൻ്റെയും ആൻ്റോണിയോ ക്രസിൻ്റെയും കഥയാണ് ഇവിടെ പറയുന്നത്. അവർ രണ്ടുപേർക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടുപേരും ഒരു മത്സരത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. പക്ഷേ അതിനു മുമ്പ് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞാൽ തങ്ങളുടെ മത്സരം എന്താവും എന്നുള്ളത്, അല്ലെങ്കിൽ തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്താവും എന്നുള്ളത്. ഏതായാലും രണ്ടുപേരും ഒരുപോലെ ഫൈറ്റ് ചെയ്യുകയും രണ്ടുപേരും ഒരുപോലെ വിജയിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷം അവിടെ ഫ്രണ്ട്ഷിപ്പിന് ഒട്ടും തന്നെ പുറകേൽക്കാതെ രണ്ടുപേരും തോളോട് തോൾ ചേർന്നുകൊണ്ട് നടന്നു നീങ്ങുന്നതാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കഥ. ഫ്രണ്ട്ഷിപ്പിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇന്ന് ഇത് ഇവിടെ നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിലുള്ള നോട്ടുകൾ തരികയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.